ചേട്ടാ നമസ്കാരം. ചേട്ടാ എങ്ങനെയുണ്ട് പ്രോഗ്രാം? ഗംഭീര പദ്ധതിയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആവേശോജ്വലമായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പാണ് തൃശ്ശൂർ നഗരത്തിൽ തയ്യാറായിട്ടുള്ളത്. ഞാനിപ്പോൾ രാവിലെ മുതൽ ഈ ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം പാർട്ടി പരിപാടികൾക്കൊന്നും പോകാത്ത ആളുകൾ പോലും നരേന്ദ്രമോദിജിയെ കാണുക എന്നുള്ളൊരു ആവശ്യം. ഇപ്പോൾ എൻ്റെ അമ്മയെല്ലാം വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഡോക്ടർമാർ, കോളേജ് ലെക്ചറർമാർ, പ്രൊഫസർമാർ, അങ്ങനെ ധാരാളം സമൂഹത്തിൻ്റെ പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും ഈ ഒരു ആവേശത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ട് പരിപാടിയാണ് മോദിജിയിൽ, നമ്മുടെ റാലി, റോഡ് ഷോയും അതോടൊപ്പം തന്നെ റാലിയും. അതെ അതെ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പരിപാടി ഉണ്ടായിരുന്നു, റോഡ് ഷോ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ഇത്രയും കാലമായിട്ട് ഇതുപോലൊരു സംഖ്യ വേറൊരു റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പരിപാടിയായിരുന്നു. എന്തായാലും ജനുവരി മാസം 22-ാം തീയതി നമ്മുടെ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നേ മോദിജി ഇവിടെ എത്തുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഭാഗ്യം തന്നെയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ നഗരത്തിന് ശ്രീരാമനുമായി വളരെയേറെ ബന്ധമുണ്ട്. തൃപ്രയാർ എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ നഗരിയും ഇവിടെ തൃശ്ശൂരുമായി ചേർന്നിട്ട് തന്നെയാണ്. ഏതായാലും ഇങ്ങനെയൊരു വലിയ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിക്ക് മുൻപായിട്ട് നരേന്ദ്രമോദിജി നമ്മുടെ തൃശ്ശൂരിലെത്തി എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നിവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും? തീർച്ചയായിട്ടും തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ നേരത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും തൃശ്ശൂർ സുരേഷ് ഗോപി അവരുടെ നേതാവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ഇന്ന് വേദിയിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ കരുത്ത് പകരുന്നൊരു പദ്ധതി കൂടിയായിരിക്കും ഇന്നിവിടെ നടക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ BJPയുടെ സംസ്ഥാന കാര്യകർത്താവായിട്ടുള്ള ശങ്കുവേട്ടനാണ് നമ്മളോട് ഒപ്പം ചേർന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു പിന്തുണ ഈ ഒരു പ്രോഗ്രാമിന് അത് എത്രത്തോളം വലുതാണെന്ന് നമ്മൾക്ക് ഇവിടെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളോട് വലിയ സപ്പോർട്ടാണ്. കാരണം BJPയെ സംബന്ധിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, തർക്കമില്ല. ഇത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരമാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ഇതുപോലെ തന്നെയുള്ളൊരു സംഭവം ഇവിടെ ഒരു വിജയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു പ്രയാണത്തിലാണ് BJPയുടെ കാര്യങ്ങൾ നടത്തിപ്പോരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ആവേശം കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സംഭവം എന്നുള്ളത്. എത്രത്തോളം വലിയ പരിപാടിയാണ് ഇന്ന് തൃശ്ശൂർ BJP ഒരുക്കിയിരിക്കുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. എങ്ങനെയാണെങ്കിലും ഈ ഒരു റോഡ് ഷോ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മോദിജി തൃശ്ശൂർ ടൗണിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ബോധ്യപ്പെടും. ഇവിടെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു തൃശ്ശൂർ പേരൂരിൻ്റെ ഹൃദയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വിജയക്കൊടി നാട്ടാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പോലും ഇങ്ങനെ ഒരു ഗംഭീര പരിപാടി നടത്താൻ സാധിച്ചത് BJPയുടെ ഒരു സംഘടനാ സംവിധാനം തന്നെയാണെന്നുള്ളത് യാതൊരു തർക്കവും. നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് BJP പ്രഖ്യാപിച്ച സമയത്ത് 450ഓളം റാലികൾ നമ്മുടെ രാജ്യത്ത് അന്ന് നടത്തിയിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ 283 സീറ്റുകൾ നേടിയിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദിജിയെ ആ സമയത്ത് തന്നെ ഇവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഭീകരവാദികൾ നരേന്ദ്രമോദിജിയുടെ പ്രോഗ്രാം ആക്രമിക്കാൻ വേണ്ടിയിട്ട് 2014 തന്നെ ബീഹാറിലെ പട്നയിൽ നടത്തിയ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്നും ആ ആക്രമണത്തിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗം എല്ലാവരും തന്നെ മോദിജിയുടെ പരിപാടി ആക്രമിക്കപ്പെടും അല്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഉള്ള രീതിയിൽ പലവട്ടം കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ബീഹാർ സർക്കാരിനും റിപ്പോർട്ട് നൽകിയിട്ടും മോദിജിയുടെ പരിപാടി ഒരു തരത്തിലും അവിടെ നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് സർക്കാർ ഇന്ന് സ്വീകരിച്ചത്. ആ പരിപാടിയിൽ ഇന്ത്യൻ മുജാഹിദീൻ നടത്തിയ ആക്രമണത്തിൽ 7 BJP പ്രവർത്തകർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ 80-നും 100-നും ഇടയിലുള്ള മറ്റാളുകൾക്കും BJP പ്രവർത്തകർ ഉൾപ്പെടെ മറ്റാളുകൾക്കും ആ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, 2014
ഈ പറയുന്ന BJP അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു സമയത്ത് പോലും ഇതുപോലെയൊരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അന്നത്തെ സർക്കാരും ഭീകരവാദികളെല്ലാവരും കൂടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്ത് തുടരെ വർഷങ്ങളോളം ഇവിടെ അധികാരത്തിലിരുന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് BJP അധികാരത്തിലിരുന്നു കഴിഞ്ഞാൽ, ഇവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് അറിയുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് അന്ന് സർക്കാർ മാറിയത്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ ഈ പരിപാടി നടക്കുന്ന സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കൊച്ചിയിൽ വന്നിരുന്നു യുവം പരിപാടിയിൽ. ആ പരിപാടിയിലും ജനങ്ങളുടെ സ്വീകാര്യത മനസ്സിലാക്കിയിട്ട് അന്നും വലിയ രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പല പാർട്ടികളും നടത്തിയിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഈ പറയുന്ന മോദിജിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോഗ്രാം സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന ആളുകളെ നമ്മൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഇതാണ് അവസ്ഥ. 2014 എന്താണോ BJP നേടിയെടുത്തത്, नरेंद्र मोदी के अभिवादन 2 ലക്ഷം അമ്മമാരാണ് ഈ ഒരു സ്ത്രീകളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ മറ്റ് പ്രവർത്തകരെല്ലാവരും തന്നെ തൃശ്ശൂർ നഗരത്തിൽ തടിച്ചുകൂടുന്നൊരവസ്ഥയാണ്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരം നമ്മൾ കാണുന്നതാണ് ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തിൽ. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് പോലും ഇതുപോലെ മറ്റൊരു മിനി തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് BJP മാറിയത് മോദിജി വരുന്നതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിജി ഈ പറയുന്ന തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വരാൻ പോകുന്ന 2024 പൊതു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സാറ് ഇവിടെ BJP സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ പേരിൽ തന്നെയാണ്, ഒരു തർക്കമില്ല. അപ്പോൾ ആ ഒരു മോദിജി വരുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ BJPക്കും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി സാറിന് ഇവിടെ ലഭിക്കുമെന്നുള്ള തർക്കമില്ല. റോഡ് ഷോ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പരമാവധി രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു അയോധ്യയിൽ പ്രഭു ശ്രീരാമചന്ദ്രൻ്റെ പുണ്യഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇങ്ങനെ ഒരു റോഡ് ഷോ നടത്തിയത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രം വന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ മോദിജി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് തൃശ്ശൂർ വരുന്ന സമയത്ത് വലിയ ഒരു ആശാവഹമാണ് അല്ലെങ്കിൽ വലിയൊരു പിന്തുണ, ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം ഇത്രയും കാലമായിട്ട് BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റുകൾ പോലും ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ പോലും എല്ലാവരും വലിയ രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ, തർക്കമില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ BJPക്ക് എതിരാകുമെന്നുള്ള രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നിരന്തരമായിട്ട് ഈ ഒരു മണ്ഡലത്തിൽ BJPയെ തോൽപ്പിക്കുക എന്നുള്ള നിലപാടുമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുകയാണ് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2,10,000 മുസ്ലിം വോട്ടുകളും 2,86,000 ക്രിസ്ത്യൻ വോട്ടുകളാണുള്ളത്. ഇതിൽ ഗുരുവായൂർ നിയോജക മണ്ഡലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നാട്ടികയിലുമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകളുള്ളത്. പിന്നെ നോക്കുമ്പോൾ BJPയുടെ എന്നും ഏത് സമയത്തും ഹിന്ദു വോട്ട് ബാങ്ക് തന്നെയാണ് BJP എന്നും സംരക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 8.5 ലക്ഷം ഹിന്ദു വോട്ടുള്ളത് തന്നെയാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുള്ളത്. കൂടാതെ തന്നെ മണിപ്പൂർ വിഷയമെല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കള്ളപ്രചരണം ഇവിടെ നടത്തി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ നിരന്തരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് നടന്നുണ്ട്.